ഒരു പ്ലേറ്റിനകത്ത് 2 വെക്കാൻ. അങ്ങനെ ഈ വർഷത്തെ ചക്കക്കാലം ഇവിടെ പിന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇലയുടെ വീഡിയോ ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇലയാണ് പറിക്കാൻ പോകുന്നത്. വട്ടയിലയാണ് നമ്മൾ പറിച്ചത്, ഞാനല്ല, അമ്മയാണ് പോയി പറിച്ചത് കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു ഇവിടെ ശർക്കരയില്ല ഏലക്കയില്ല. എന്നാൽ പിന്നെ അത് വിചാരിച്ചു ശർക്കര ഏലക്ക മേടിക്കും. അങ്ങനെ നേരെ നമ്മൾ കടയിൽ ചെന്നു, ശർക്കരയും മേടിച്ചു, ഏലക്കയും മേടിച്ചു. നേരെ നമ്മൾ വീട്ടിൽ ചെന്നുകൊണ്ടേ അമ്മ മാവെടുത്ത് കുഴച്ചു. നമ്മളിപ്പോൾ ചക്ക ഇലയുടെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ചക്ക അരിഞ്ഞിട്ട് ഇപ്പോൾ തേങ്ങ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ തേങ്ങ എടുത്തു, ഞാൻ തേങ്ങ റെഡിയാക്കി നല്ലപോലെ പൊട്ടിച്ചു കേട്ടോ. നല്ല തേങ്ങ വെള്ളമായിരുന്നു, അത് ഞാനങ്ങ് കുടിച്ചു. ആ വെള്ളം കുടിച്ചതിന് ശേഷം ഞാൻ തേങ്ങ 2ആയിട്ട് പൊട്ടിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് നേരെ കൊണ്ടുവന്ന് അങ്ങോട്ട് തീരുമാനം അങ്ങോട്ട് തുടങ്ങി കേട്ടോ. അതിൻ്റെ ഇടയിൽ തന്നെ അമ്മ ചക്ക എടുത്ത് മിക്സിയിലിട്ട് നല്ലപോലെ തൊട്ട് അരച്ചെടുത്തിട്ട് ആ മാവിലോട്ട് അങ്ങോട്ട് ചേർത്ത് കേട്ടോ. എന്നിട്ട് ആ മാവും ചക്കയും കൂടെ ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി. എന്നിട്ട് തേങ്ങ തിരുവി ആ തേങ്ങയും കൂടെ അതിനകത്ത് എടുത്തിട്ടു. അപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു ഏലക്ക വേണമെന്ന് കേട്ടോ. അപ്പോൾ ശർക്കര അരിഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ ഞാനെന്തായാലും ഏലക്ക എടുത്ത് നമ്മുടെ കല്ലിനകത്തിട്ട് കടപട എന്ന് പറഞ്ഞ് 2-3 ഇടി അടിച്ചു. എന്നിട്ട് ഏലക്ക എല്ലാം കൂടെ വാരി ഞാനെടുത്ത് ആ മാവിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് ഇട്ടു. അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ അങ്ങോട്ട് കുഴച്ച് അങ്ങോട്ട് എടുത്തതിന് ശേഷം ആ വട്ടയില കൊണ്ടുവന്ന് ഞാൻ നല്ലപോലെ അങ്ങോട്ട് കഴുകിയതിന് ശേഷം അമ്മയിലോട്ട് കൊടുത്തു. അമ്മ അതിനകത്ത് നല്ലപോലെ പരത്തി അങ്ങോട്ട് എടുത്തു കേട്ടോ. നല്ലതുപോലെ പരത്തിയിട്ട് അങ്ങോട്ട് മടക്കി അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോഴത്തേക്ക് ഞാൻ പോയി ഇഡ്ഡലിക്കുട്ടം കൊണ്ടുവന്നു. ഞാൻ അതിനകത്ത് അമ്മ പരത്തിയതനുസരിച്ച് അതിനകത്തോട്ട് അടുക്കി അങ്ങോട്ട് വെച്ചു കേട്ടോ. കുറേ പരത്താനുണ്ടായിരുന്നു കേട്ടോ. അമ്മ അവിടെ ഇരുന്ന് നല്ലപോലെ പരത്തി തന്നു. ഞാനതൊക്കെ എല്ലാം കൂടെ നല്ല രീതിയിൽ അങ്ങോട്ട് പറക്കി അടിച്ചു കേട്ടോ. നമുക്ക് ഒറ്റ ട്രിപ്പിൽ വേവിച്ചെടുക്കാനുള്ള പരിപാടിക്കായിരുന്നു ഞങ്ങളെല്ലാം അതിനകത്ത് നിറച്ച് വെച്ച്. എന്തായാലും കുറേ എടുത്തു, അത് നിറഞ്ഞതിന് ശേഷം ഞാൻ കൊണ്ടൊന്ന് അടച്ചിട്ട് നേരെ ഞാൻ അടുപ്പിൽ കൊണ്ടുവച്ചു കേട്ടോ. അടുപ്പിൽ കൊണ്ടുവച്ചു, തീ ഇട്ടു. എന്നിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോഴത്തേക്ക് അതിനകത്ത് ആവി വരാൻ തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്ക് എന്തായാലും സന്ധ്യ ജോലിയും കഴിഞ്ഞെത്തിയത്. എന്തായാലും ഞാൻ ഒരു അട കൊടുക്കാന്ന് വെച്ചിട്ട് ഞാൻ അടയെടുത്തു. നല്ല ചൂടായിരുന്നു കേട്ടോ, കൈ പൊള്ളിയില്ലെന്നേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഞാൻ അടയെടുത്ത് അവളെ മുമ്പിലേക്ക് ഞാനൊന്ന് നീട്ടി കേട്ടോ. അത് കണ്ട പാടെ കാണാത്ത പാടെ അവൾ ഓടി വന്ന് അടയങ്ങോട്ട് മേടിച്ചു. അടയങ്ങോട്ട് മേടിച്ച് അവൾ തുറന്നു. അതിൽ നിന്ന് കുറച്ച് എടുത്ത് പിച്ച് കഴിച്ചു നോക്കി കേട്ടോ. അപ്പം ഞാൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു അവിടുത്തെ കേട്ടോ. എന്തായാലും അവൾ സൂപ്പർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും ഒരെണ്ണം കഴിക്കണം. ഞാൻ പറഞ്ഞു അങ്ങനെ 2 ഇലയുടെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഇലയുടെ കൊണ്ടുവന്നു. ഞാനും ആ ഇല പതുക്കെ കിളക്കി ഞാനും കുറച്ചെടുത്ത് ഞാനും ഒന്ന് കഴിച്ചു നോക്കി. ഒരമ്മാതിരി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ കഴിച്ചപ്പോൾ ഞാൻ 2 ഇലയുടെയാണ് ചോദിച്ചത്. പക്ഷെ അവൾ എനിക്ക് ഒരെണ്ണമാണ് കൊണ്ട് തന്നത് കേട്ടോ. ഒരു പ്ലേറ്റിനകത്ത് 2 വെക്കാനാണ്. പകർത്ത് ഒരെണ്ണെടുത്ത് തിന്ന്. നിങ്ങൾ എന്തായാലും സമാധാനം കിട്ടുന്നത്. എനിക്ക് വേണ്ട, വരിക്കച്ചക്കയുടെ ഇലയുടെ നമ്മളിവിടെ ഇലയപ്പം എന്ന് പറയും ഒരു സാധനം. നല്ല ടേസ്റ്റ്. ചക്കയുടെ ഏലക്കയുടെ നല്ല ടേസ്റ്റ്, അടിപൊളി, സൂപ്പർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.